ജീവിതമൊക്കെ സുഖാണോ മോളെ? കുഴപ്പമില്ല. അത് പറയുമ്പോഴും മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ. ദേ നോക്ക്, ഇതാണോ ആ സങ്കടത്തിന് കാരണം? സംശയിക്കണ്ട. രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറിയപ്പോ അയ്യപ്പ വിഗ്രഹം കണ്ടില്ലല്ലോ. എന്നാ ആ ഭഗവാന്റെ വിഗ്രഹം തന്നെയാ ഇത്. ഇതെങ്ങനെയാ അമ്മയുടെ കയ്യില്? അതേപ്പറ്റി ഒന്നും ചോദിക്കരുത്. ദേ ഇത് പിടിച്ചേ. ഭഗവാൻ, ഇപ്പോ ചൂട് വരുമ്പം കൊടും ചൂടാ, ചുട്ടുപൊള്ളുന്ന വെയിൽ. അതുപോലെ മഴ വരുമ്പോഴോ പിന്നെ പ്രളയമാ. ശിവന് ധാരയൊന്നും ശരിയായ രീതിയിൽ ഇപ്പൊ നടക്കുന്നില്ല. അതുകൊണ്ട് ചില സമയത്ത് അമ്പലങ്ങളെയൊക്കെ മുക്കിക്കളയും. അത് ഭഗവാൻ തന്നെ ചെയ്യിക്കുന്നതാ. കൊടും ചൂടിൽ പ്രകൃതി നശിക്കാതിരിക്കാൻ ഭഗവാൻ ഭഗവാനെ തന്നെ തണുപ്പിക്കുന്നതാ. അങ്ങനെ തണുപ്പ് തേടി ഒന്ന് മുങ്ങാൻ പോയതാ മോളുടെ കയ്യിലിരിക്കുന്ന ഈ ഭഗവാൻ. അമ്മയ്ക്കിത് എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പുഴയിൽ മുങ്ങിയ ഭഗവാൻ പുഴക്കരയിലേക്ക് വന്നപ്പോ ഞാനത് എടുത്തുകൊണ്ട് വന്നതാ. മോളെ, മോളുടെ ജീവിതത്തിൽ 2 പേരെയാ അടക്കി പിടിക്കേണ്ടത്. ഒന്ന് ഈ ഭഗവാനെ, പിന്നെ മോളുടെ കണ്ണനെ. രണ്ടും ഭഗവാന്മാരാണല്ലോ. ശരി മോളെ. അമ്മ അമ്പലത്തിലോട്ടാണല്ലോ പോയത്. എന്താ നോക്കുന്നേ? ഒരമ്മ ഇങ്ങോട്ട് വന്നില്ലേ? പ്രായം ചെന്നൊരമ്മ, മുടിയൊക്കെ നരച്ചിട്ട്. ഇല്ലല്ലോ. ഇല്ലേ? എന്താ കുട്ടിയുടെ കയ്യില്? അത് ഇത് ഭഗവാന്റെ വിഗ്രഹമാണല്ലോ. ഇത് എവിടുന്ന് കിട്ടിയതാ? അത് പിന്നെ അമ്മേ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.